രൂപയുടെ കണ്ണാടിക്ക് നമുക്കൊരു മേക്ക് ഓവർ ചെയ്തെടുത്താലോ? അപ്പോൾ അതിനാദ്യം തന്നെ ഇതേ പ്ലൈവുഡോ അല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും കാർഡ്ബോർഡ് എടുക്കുക. അതൊന്ന് സ്ക്വയർ ഷേപ്പിൽ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേ ഇതുപോലെ കുറച്ച് ചിരട്ട ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കുക. അതിനാദ്യം തന്നെ നമ്മൾ ചിരട്ട ജസ്റ്റ് ഒന്ന് സാൻഡ് പേപ്പർ വെച്ച് ഒന്ന് ചിരണ്ടി അതിൻ്റെ നാരുകളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. ഒന്ന് ലെവലാക്കി എടുക്കാനാണ്. അല്ല പെയിൻ്റ് അടിച്ച് വാർണിഷ് ചെയ്യുമ്പോഴത്തേക്കിനും ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ അതിൻ്റെ നാരും കാര്യങ്ങളൊക്കെ ചിരണ്ടി എടുക്കുക. എന്നിട്ട് ഇതേ ഇതുപോലെ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഗ്ലൂ ഗണ്ണിൻ്റെ വാക്സ് ആട്ടോ. എൻ്റെ ഗണ്ണായിട്ടില്ല. അപ്പോൾ എൻ്റെ ഉള്ളത് വാക്സേ ഉള്ളൂ. വാക്സിനങ്ങനെ 4 രൂപയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കിന് അതെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ അതിങ്ങനെ തീയിൽ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇച്ചിരി അത്യാവശ്യം കാലത്തെ തന്നെ ഫുൾ അങ്ങോട്ടേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ബോർഡിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് നമ്മുടെ കണ്ണാടിയുടെ ഫ്രെയിമൊക്കെ ഊരിമാറ്റി ചില്ല് മാത്രമായിട്ട് അങ്ങ് എടുക്കുക. ഫെവിക്കോൾ വെച്ചിട്ടാണ് കേട്ടോ കണ്ണാടി ഒട്ടിച്ചത്. ഒരു ദിവസം അതങ്ങ് വിട്ടേക്കുക. എന്നിട്ട് അടുത്ത ദിവസം വേണം കേട്ടോ ബാക്കി അതിൻ്റെ ഫുള്ള് നമ്മൾ ചുറ്റും ഒട്ടിച്ചെടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ കണ്ണാടി ഇളകിപ്പോരും. എന്നിട്ട് ഇത് ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വാർണിഷ് എടുത്തിട്ടുണ്ട്. വാർണിഷ് എടുത്ത് അതിൻ്റെ ആ ചിരട്ടയിൽ ഫുള്ള് കണ്ണാടിയിലാവാത്ത വിധത്തിൽ ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്ത്. അപ്പം അടിപൊളിയായിട്ടുള്ള നമ്മുടെ 100 രൂപയുടെ കണ്ണാടിയെ നമ്മളത് ഒരു ലുക്കിലേക്ക്, ഒരു പ്രീമിയം ലുക്കിലേക്ക് മാറ്റിയത്. കുറച്ച് കഷ്ടപ്പെട്ടാലല്ല നമുക്കൊരു അടിപൊളി സാധനം തന്നെയല്ല നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. എന്നാ നമ്മൾ വെറുതെ കളയാന്ന് ചിരട്ടെ കുറച്ച് സമയം അല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.